ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും സാന്ദ്രയും കൂടിയും കോളേജിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോണതാണ്. അപ്പോൾ അവൾ എന്നെയും വിളിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇനി കുറച്ച് കാലത്തേക്ക് ഇവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൾ വിളിച്ചതാണ്. അപ്പം ഞാനും വെറുതെ ഇരിക്കാനുള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കോളേജിലേക്കായിട്ട് പോയത്. അതെ, കുറേ നാളായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മിസ്സായിരുന്ന ഒരു വ്യക്തിയായിരുന്നത്. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ സ്ഥലമായ കോളേജിലേക്ക് വന്നേക്കാണ്. ഇതൊക്കെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അതെ, അതെന്താണെന്നൊക്കെ അവൾ പിന്നെ പറയും. അപ്പം നമ്മൾ ആദ്യം കോളേജിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാം കേട്ടോ. നമുക്ക് സാറിനെയും പ്രിൻസിപ്പലിനെയൊക്കെ കാണണമായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ ലീവായിരുന്നു. എന്നിട്ട് വൈസ് പ്രിൻസിപ്പലിനെയൊക്കെയാണ് കണ്ടത്. അപ്പം ഞാൻ സ്ലോ മോഷനിലാക്കിയതാട്ടോ ഇത് പറയാൻ വേണ്ടിയിട്ട്. വാട്ട്സ് ഇൻ മൈ ബാഗ് ഒക്കെ കൊണ്ടുപോകാൻ അല്ല ഗൈസ്, ഇതിനകത്തൊരു ഡ്രസ്സുണ്ട്. അത് എനിക്കൊരു ആവശ്യത്തിന് ഞാൻ കൊണ്ടുവന്നതാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ് ഡ്രസ്സാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നേക്കാട്ടോ. അപ്പം നമ്മൾ സാറിനെയൊക്കെ കണ്ടു. അപ്പം ഇനി നമ്മൾ പ്രിൻസിപ്പലിൻ്റെ അടുത്തോട്ട് വന്നേക്കായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ എന്താണ്, ലീവാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, വൈസ് പ്രിൻസിപ്പലിനെ കാണണം. അതിനുശേഷം നമ്മൾ ഓഫീസിലൊക്കെ പോയി കുറച്ച് നേരമായിരുന്നു. അവിടെ നിന്ന് സീലൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഗൈസ്, ഇപ്പം നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇപ്രാവശ്യം അധികമൊന്നും എടുത്തിട്ടില്ല കോളേജിൽ. അധികം എന്നല്ല, കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി എൻ്റെ വ്ളോഗിൽ ഈ കോളേജ് ഇതൊക്കെ എന്താ പറയുക അറിയാവുന്നതൊക്കെ. നമ്മൾ കുറേ നേരം മിസ്സുമാരോട് മിണ്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവരുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ക്യൂഡി ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കാറും പിന്നെ നമ്മൾ ഓർഡറൊക്കെ ചെയ്യാറുണ്ട്. അന്നേ അത് തുറന്നിട്ട് അവിടെ നിന്ന് കഴിക്കും, ഇല്ലേ ഒഹാനെ പോയി കഴിക്കും. അതായത് ഒരു ജോഷ് മോളുണ്ട്. പിന്നെ പുതിയ കുട്ടികൾക്ക് അറിയണമെങ്കിൽ ഇവിടെ അടുത്ത് ജോഷ് മോളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഒരു കഫേയാണോ ഒഹാന. അപ്പോൾ അവിടെ പോയി കഴിക്കും. അതൊക്കെ അവിടെ പോയിട്ട് കാണും. നമ്മൾ സ്കൂട്ടിക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോണ സമയത്ത് ഞാനിങ്ങനെ കോളേജിൻ്റെ വീഡിയോ പുറത്തുനിന്നുള്ള വ്യൂ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചൊക്കെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ക്യൂഡിയിലേക്ക് വന്നു. ഇതൊരു കഫേയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ബീം ബാഗൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ബീം ബാഗിലിരിക്കും. നമ്മൾ ക്യൂഡിയുടെ മുകളിൽ വന്നതാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് മുകളിലാണ്, താഴെ സാധാ പോലെ ഇരിക്കാം. പക്ഷെ നല്ല രസമുണ്ട്. അതായത് മൂക്കന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫിസാറ്റിലേക്ക് തിരിയുന്ന വഴിയില്ലേ, അവിടെയാണ് കേട്ടോ ക്യൂഡി. അപ്പോൾ ഇത് മുകളിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ തുറക്കണം. അപ്പം ഞാൻ അങ്ങനെ പറയായിരുന്നു, എന്താ പറയുക, ഒരു ചെറിയൊരു ഫ്ലാറ്റൊക്കെ പോലെ ഉണ്ടെന്ന്. ശരിക്കും അതുപോലെ തന്നെ ഉണ്ട് ഒരു സ്പേസ്. ഇന്നാണെങ്കിൽ വേറെ ആരും മുകളിലുണ്ടായില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിരുന്ന് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ബീം ബാഗും അങ്ങനെ ഓരോ ടൈപ്പ് ചെയറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാന്ദ്ര ഇവിടെ സ്നാപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഗൈസ്, നമ്മുടെ ക്രഷർ വന്നു. ഇത് ഗ്രീൻ ആപ്പിൾ ക്രഷർ, ഇത് ബ്ലൂ ക്രഷർ. സാന്ദ്ര ഇവിടെ സ്നാപ്പ് എടുത്തുകൊണ്ടിരിക്കുക. എന്നെക്കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കും. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എന്താ പറയുക, സ്നാപ്പും ഫോട്ടോസൊക്കെ എടുക്കണം. നമുക്ക് സ്റ്റോറിയൊക്കെ ഇടാനുള്ളതാണല്ലോ ഇൻസ്റ്റയിൽ. അപ്പോൾ ഇവളാണ് കേട്ടോ എപ്പോഴും എടുക്കാറ് ഇങ്ങനെ ഫോട്ടോസൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ എത്തി. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നു. സാൻഡ്വിച്ച് ആൻഡ് ബർഗർ. നമ്മുടെ അടുത്ത പരിപാടി ഫോട്ടോ എടുക്കും. അതിന് ഞാനിവിടെ നിന്ന് മാറേണ്ടി വരും. ഗൈസ്, ഞങ്ങൾ വരുമ്പോൾ മിക്കവാറും കഴിക്കാറുള്ളത് സാൻഡ്വിച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ ബർഗർ അങ്ങനെ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ട്? അവൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ സാൻഡ്വിച്ചാണ് മിക്കവാറും ഓർഡർ ചെയ്യാറ്. ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. വീഡിയോ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് വെച്ചേക്കണം. ആദ്യം കഴിക്കാം. എനിക്ക് ഓൾറെഡി ഒരു സോസും മയണൈസും ഒക്കെ ഇത് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിങ്ങനെ എടുക്കണം. എനിക്ക് മയണൈസ് ഇല്ല ഗൈസ്. സൂപ്പറാണ് ഗൈസ്. നമുക്ക് ടേസ്റ്റ് അറിയാം. നമ്മൾ ആദ്യമായിട്ടല്ല കഴിക്കും. അടിപൊളിയാണ്. ഞാൻ 4 കൊല്ലമായിട്ട് ഇവിടുന്ന് എപ്പോഴും സിംഗർ ബർഗർ തന്നെയാണ് വാങ്ങാറ്. കാരണം അത്ര അടിപൊളിയാണ്.
ഞാനെപ്പോഴും സാൻഡ്വിച്ച്. എനിക്ക് ബർഗറിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഓരോ വിശേഷവും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക കേട്ടോ. നമുക്ക് പിന്നെ സംസാരിക്കാൻ വിഷയക്കുറവൊന്നുമില്ല, നമ്മൾ കുറേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം കുറേ നാളും കൂടി ആയല്ലോ കണ്ടിട്ട്. നമ്മൾ ഓരോന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഫുഡും കഴിച്ചു കേട്ടോ. വൈഷ്ണവി ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സാൻഡ്വിച്ച് തീർത്തു, ഒറ്റയ്ക്ക് ആദ്യം ജീവിതത്തിൽ. അല്ലെങ്കിൽ വൈഷ്ണവി ഒരു ബിരിയാണി വാങ്ങും, അതിൻ്റെ ഹാഫ് ഞാൻ കഴിക്കും. എന്നിട്ട് അപ്പം ഞാൻ 1.5 ബിരിയാണി. പിന്നെ ഇവളൊരു ഫ്രഷ് ലൈം വാങ്ങും, അതിൻ്റെ ഹാഫ് ഞാൻ കുടിക്കും. അതെ, ഇന്ന് എനിക്കൊന്നും തന്നില്ല എന്നാലും ആദ്യമായിട്ട്. എന്താണ് ഒരു ബർഗർ, ഒരു സാൻഡ്വിച്ച് ഫുൾ ഒറ്റയ്ക്ക് കഴിച്ച എൻ്റെ എക്സ്പീരിയൻസ്? നല്ല വിശപ്പുണ്ടായി, ഞാൻ കഴിച്ചു. അല്ലെങ്കിൽ ഇവക്ക് എൻ്റെ മുമ്പ് ഭയങ്കര ലാഭം. അതെ, കാരണം ഞാൻ എന്ത് വെച്ചാലും പകല് ഞാൻ കഴിക്കും. ഞാൻ വേഗം ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പം ഇങ്ങനെ പറയും അതിന് വേണ്ടിയിട്ട്. ക്യാൻറ്റീനിൽ വെച്ചിട്ട് ഇവിടെ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കണോണ്ട് ഇങ്ങനെയില്ല. പക്ഷെ നമ്മൾ വേറെ കോളേജിലൊക്കെ പോയപ്പോൾ നീ ഓർഗനൈസ് ചെയ്യുന്നത് എല്ലായിടത്തും ഇന്ന് ആദ്യമായിട്ടാ ഞാൻ കഴിക്കാതിരിക്കണേ. ഞാൻ മെച്ചപ്പെട്ടു ഗൈസ്. വേണ്ട ഗൈസ്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എന്തിനാണ് കോളേജിലേക്ക് വന്നതെന്ന്. നമ്മൾ സാറിലേക്ക് ഒരു ആവശ്യത്തിന് വന്നതാണ്. ഒരു സൈൻ വാങ്ങാൻ വേണ്ടി എനിക്ക് ബാംഗ്ലൂർ ഒരു ഇതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈൻ വാങ്ങാനുണ്ടായി, അത് വാങ്ങാനാണ് നമ്മൾ വന്നത്. ഗൈസ്, ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ കിട്ടുമോ? ആ, നമുക്കൊരു റിയൂണിയൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മാക്സിമം നമ്മൾ വരും, അല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ കാണും. പിന്നെ വൈഷ്ണവി ബാംഗ്ലൂർ വരുമല്ലോ. ആ, അങ്ങനെയൊക്കെ. അപ്പം ഇനിയും കുറേ നാൾക്ക് ശേഷം ആയിരിക്കും നമ്മൾ ഇനി കാണാം. ഈ അടുത്തുണ്ടായാലും എന്തായാലും 1 മാസമൊക്കെ എന്തെങ്കിലും കഴിയും വരാം. ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് 2 എനിക്ക് മാസം തോന്നുന്നു മിക്കവാറും നവംബറിലായിരിക്കും കാണുള്ളൂ. ആ, അതുവരെ നിങ്ങളെന്നെ മിസ് ചെയ്യുമ്പോൾ എൻ്റെ യൂട്യൂബിൽ വന്ന് എന്നെ കണ്ടാൽ മതി. അതില് ഇനി ഫുൾ ട്രാവൽ വ്ലോഗ് ആയിരിക്കും കുറച്ച് ദിവസം. അതെ അതെ. ഗൈസ്, ഇതൊരു കുഞ്ഞു വീഡിയോ ആട്ടോ, അധികം ഒന്നുമില്ല. ഞാൻ വലിയ കാര്യത്തിൽ എടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാ റിപ്പിറ്റേഷൻ തന്നെയായിരിക്കും. നമ്മുടെ ആ കോളേജിലെ ഓരോ ക്ലാസ് റൂം അവരൊക്കെ കണ്ടതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നുമില്ല അങ്ങനെ കൂടുതൽ എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഡേ ഔട്ട് വിത്ത് സാന്ദ്ര ഇത്ര ഉള്ളു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി അടിക്കണം. എന്നാലാണ് നമ്മൾ പുതിയതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ